ദില്ലിയിൽ ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന E20 പ്രതിഷേധം മാറ്റിവെച്ചു. പോലീസ് അനുമതി നിഷേധിച്ചതോടെയാണ് നീക്കം. വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതായി ടീം ഭാരത് സ്ഥാപകൻ തെഹ്സീൻ പൂനെവാല അറിയിച്ചു. ടീം ഭാരതിന്റെ നേതൃത്വത്തിലായിരുന്നു സൻസദ് മാർക്കിൽ വാഹനങ്ങൾ ഓടിച്ച് പ്രതിഷേധത്തിന് പദ്ധതിയിട്ടിരുന്നത്. പ്രതിഷേധം മറ്റൊരു ദിവസം നടത്താനാണ് തീരുമാനം. ടീം ഭാരതുമായി ഇന്നലെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി നടത്തിയ ചർച്ചയിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. The government is under pressure to do this to us. They've even suspended my Instagram account. They had 2 senior officials escort me out of Vijay Chowk. They can do it. I am not scared of Nitin Gadkari ji. He is in conflict of interest. Okay, sir, this protest is illegal. I will not let my followers get hurt. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. അതിൽ E20 പെട്രോൾ വാഹനങ്ങൾക്ക് കേടുപാടുകളൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ആരോപണത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു വാദത്തിൽ നിന്ന് മലക്കം പറഞ്ഞ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് നമ്മൾ കണ്ടു. ചില വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവുമെന്ന് തുറന്ന് സമ്മതിക്കുന്നതായും കണ്ടു. ഈ സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെ E20 ജനതാ പാർട്ടി അടക്കമുള്ള സംഘടനകളുടെ തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നടക്കുന്ന പ്രതിഷേധത്തിന് അനുമതി ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകുമോ? എന്താണ് സംഘടനയുടെ തുടർ നീക്കം? ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാർച്ചാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഗാഡി മാർച്ച്, വാഹന മാർച്ച് എന്നാണ് ഈ പരിപാടിക്ക് പേരിട്ടിരുന്നത്. ഇന്ത്യ ഗേറ്റിൽ നിന്ന് തുടങ്ങും. സമാധാനപരമായി വാഹനങ്ങളുമായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെയും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും വസതിക്ക് മുന്നിലൂടെ യാത്ര ചെയ്ത് പാർലമെന്റ് സ്ട്രീറ്റിൽ യാത്ര അവസാനിക്കും എന്നിങ്ങനെയാണ് ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് സംഘാടകർ അറിയിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ പ്രതികരണം കണ്ട തെഹ്സീൻ പൂനാവാലയുടെ ടീമായ ടീം ഭാരത് അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സമരം പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ തൽക്കാലം സമരം മാറ്റിവെക്കുകയാണെന്ന പ്രഖ്യാപനം ഇന്നലെ വൈകിട്ടോടെ വന്നു. സമരത്തിന് പ്രതിഷേധ റാലിക്ക് ദില്ലി പോലീസിന്റെ അനുമതിയില്ല. പിന്നീട് വാഹനങ്ങളൊക്കെ പിടികൂടി കസ്റ്റഡിയിലേക്ക് പോലീസ് കൊണ്ടുപോയാൽ വലിയ തോതിൽ പ്രതിഷേധക്കാർക്ക് നഷ്ടമുണ്ടാകുമെന്ന് വിലയിരുത്തിക്കൂടിയാണ് പ്രതിഷേധം മാറ്റിവെക്കാനുള്ള തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. മാത്രമല്ല ടീം ഭാരതുമായി സമരം നടത്തുന്ന ടീം ഭാരതുമായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആലോചനകൾ നടത്താം എന്നൊക്കെ ചർച്ചയിൽ പറയുകയും പ്രതിഷേധം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും പ്രതിഷേധം മാറ്റിവെക്കാനുള്ള തീരുമാനം ടീം ഭാരതിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് നാളെ മറ്റൊരു പ്രതിഷേധം വരുന്നത്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ്. നാളെ ദില്ലിയിലുള്ളവർക്ക് നേരിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയും. നാഷണൽ ടൗൺ ഹാൾ എന്ന പേരിൽ E20ക്കെതിരെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയാണ്. പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയാണ് AAP കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. ദില്ലിക്ക് പുറത്തുള്ളവർക്ക് ഓൺലൈൻ വഴി യോഗത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. ഏതായാലും വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകളും പ്രസ്ഥാനങ്ങളും മറ്റു കൂട്ടായ്മകളുമെല്ലാം E20ക്കെതിരെ രംഗത്ത് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തൽക്കാലം ഇന്ന് നടക്കേണ്ട ഗാഡി മാർച്ച് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സമരം പ്രഖ്യാപിച്ചിരുന്ന ടീം ഭാരത് അറിയിച്ചിരിക്കുന്നത്. കീർത്തന. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.